സത്യം തലമുറ കഴിച്ചത് ബീച്ച് നമ്മൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ മലപ്പുറം കോഴിക്കോടൊക്കെ ബീച്ചിൽ ഇത് എത്ര വില? ചായ, കട്ടൻ ചായ. ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ രാത്രി മലപ്പുറം വണ്ടി എടുത്തിട്ട് പോകും. ട്രാവൽ ചെയ്ത് അപ്പുറത്ത് കഴിച്ചിട്ട് പോലും. ഞങ്ങള് രാവിലെ ഉണ്ടാക്കുന്ന ദോശ ചപ്പാത്തി മാറ്റി. അവിടെ ചെന്ന് പപ്പ സാധാരണ എന്നോട് എന്താ സംസാരിക്കല്, ഈ ചെയ്ത് കാണിക്കുന്നാണല്ലോ പറയല്. പപ്പ ഇത്തവണ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പൊ പിന്നെ ഒക്കെ റെഡി. പപ്പൻ്റെ നല്ലതുപോലെ സംസാരിച്ച് നിങ്ങൾ സമ്മതിച്ച് അവിടുന്ന് സമ്മതിച്ച് എല്ലാവരും സമ്മതിച്ച് ഇവിടെ വന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് പേടിച്ചിട്ട് എനിക്ക്, അതായത് നല്ല രീതിയിൽ എനിക്ക് പോകണമെന്നേ എനിക്കുള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നം വരെ വെച്ച് ഞാൻ നല്ല രീതിയിൽ ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലും കാര്യം സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാം എന്ന രീതിയിൽ നിന്നപ്പം ചെറിയ കാര്യത്തിന് എന്താ അറിയോ, ഇവിടെ വന്ന ടൈമിൽ ഞാൻ അടിച്ചു തരാനൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ചു തരാൻ പറയുമ്പോൾ ഞാനൊക്കെ അടിച്ചൊരു ഇതാക്കി. എന്നിട്ട് അത് ഞാൻ ഇവിടെ എനിക്ക് നമ്മളെ ഗ്രൂപ്പിൽ ആദ്യം 5 പേരാ. അതിലുള്ള 2 ആൾക്കാരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അടിച്ചു തരട്ടുണ്ടായിരുന്നു. ബാക്കി 3 ആൾക്കാരോട് പറഞ്ഞിരുന്നേ. ഈ 2 ആൾക്കാർ അന്ന് ഇവിടെ പവർ ഉണ്ടല്ലോ, ഇവരുടെ അടുത്ത് പോയി പറഞ്ഞൊക്കെ ഞാനൊരു പണിയും ചെയ്തില്ലാന്ന്. അപ്പം എനിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പണി ചെയ്തില്ല പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഓരോന്ന് അരിയിപ്പിച്ച് ചെയ്യാത്ത കാര്യം ചെയ്ത് പറഞ്ഞതാക്കിയപ്പോൾ എനിക്ക് ടെമ്പർ കയറി. അപ്പം പിന്നെ ഞാൻ അവിടുന്ന് തുടങ്ങിയതാണ് അടി. ഇപ്പം ഇവിടെ എല്ലാ ആൾക്കാർക്കും നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ആർക്കും അറിയില്ല. അത് നമ്മൾ 100 ഡേയ്സ് ഞാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാൻ അത് ശരിയാവും. ഞാൻ പറയല്ലേ, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. കൊള്ളാം, നമുക്ക് റെഡിയാകാതെ എവിടെ പോകാനാണ് ഇത് അവർക്ക് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇതുണ്ട്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മളെല്ലാത്തിൻ്റെ ഒരു അങ്ങനെ കിടക്കും. ഞാൻ ഇവിടെ ഇത് ഇത്ര കുറേ സ്ഥലം കുറച്ച് എടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, വരുമ്പോഴത്തേക്ക് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് മൊത്തം. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് മൊത്തം. അത് മാത്രമല്ല, ഇത് ഈ ഒരു ടോട്ടാലിറ്റിയിൽ ഇതൊരു എന്താ പറയണ്ടേ, ഇത് ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം സെറ്റപ്പാണ്. അതായത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. മലയാളം കഴിയുമ്പോൾ തമിഴ് വരും, അങ്ങനെ ഒരു